an abandoned town അല്ലെങ്കിൽ ഗോസ്റ്റ് ടൗൺ എന്ത് വിളിക്കാം. ഇങ്ങോട്ടാണ് ഇന്നത്തെ യാത്ര. നമ്മളിന്ന് പോകാൻ പോകുന്നത് ധനുഷ്കോടിയിലേക്കാണ്. അതായത് ട്രിവാൻഡ്രത്ത് നിന്ന് നാഗർകോവിൽ, തിരുനെൽവേലി, ആ വഴി ധനുഷ്കോടി. ധനുഷ്കോടി ഈസ് ഓൾസോ നോൺ ആസ് ദി ലാസ്റ്റ് ലാൻഡ് ഓഫ് ഇന്ത്യ. അതുപോലെ തന്നെ ദി ഗോസ്റ്റ് ടൗൺ കാരണം പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മളിത് പോകുന്നത് ഷാമയും ദീപവും ഉണ്ട്. അതുപോലെ നമ്മുടെ പഴയ ടീം സാമിൻ്റെ ഫ്രണ്ട് ഉണ്ട്. അതുപോലെ തന്നെ സരുൺ, അതുപോലെ സരുണിൻ്റെ ഫ്രണ്ട് റിക്സൺ. സാമിനും സരുണിനെ നിങ്ങൾക്ക് നേരത്തെ അറിയാവുന്നതാണ്. നമ്മളൊരു ഗോവ ട്രിപ്പിൽ നമ്മളെല്ലാം ഒരുമിച്ചുണ്ടായിരുന്നു. ആ വീഡിയോ കണ്ടില്ലെങ്കിൽ ഇപ്പോൾ കണ്ടാൽ മതി. ഓക്കെ, ഏകദേശം 7-8 മണിയോടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അതുപോലെ തന്നെ ഫസ്റ്റ് നമ്മൾ രാത്രിത്തെ ഡിന്നർ അങ്ങ് കഴിക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ ഇവിടെ നിന്ന് ഇനിയും അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ അധികം ഫുഡ് ഓപ്ഷൻസ് ഉണ്ടാവില്ല. അങ്ങനെ അധികം നമ്മൾ ലേറ്റ് ആക്കാണ്ട് നമ്മളെ യാത്ര വീണ്ടും സ്റ്റാർട്ട് ചെയ്യണം. ജേക്കബ് മാമ, ഓ ജേക്കബ് മാമ അല്ലടാ, അത് സാം മാമ. ട്രിവാൻഡ്രത്ത് ധനുഷ്കോടി ഏകദേശം 8-8.5 മണിക്കൂറുണ്ട്. അതായത് നമ്മളത് നിർത്തിയൊക്കെ പോകുമ്പോഴത്തേക്ക് ഒരു 9-10 മണിക്കൂർ പിടിച്ചോ. അതായത് നൈറ്റിൽ ട്രാവൽ ആകുമ്പോഴത്തേക്ക് പറ്റാവുന്ന സ്ഥലങ്ങളൊക്കെ ഞങ്ങൾ സ്റ്റോപ്പ് ചെയ്ത് തന്നെ പോയത്. എങ്ങനെയുണ്ട് ദേവു? ട്രിപ്പ് എങ്ങനെയുണ്ട്? അടിപൊളിയാണോ? ആണോ? ഇങ്ങനെ കാണിച്ചേ, ഇങ്ങനെ കാണിച്ചു. നമ്മളങ്ങനെ വീണ്ടും സ്റ്റാർട്ട് ചെയ്യാണ്. അടുത്ത സ്റ്റോപ്പ് നമുക്ക് സരുണയും റിക്സിനെയൊക്കെ മീറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ അതാണ് നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ. ഏകദേശം 12 മണിയോടെ നമ്മൾ തിരുനെല്ലിലെത്തി. അങ്ങനെ എല്ലാവരും മീറ്റ് ചെയ്തു. കുറേ നാൾ കഴിഞ്ഞിട്ടാണ് ഇതിൻ്റെ കാര്യം കാണുന്നത്. അപ്പോൾ അതിൻ്റെ കഥകളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞ് കുറച്ച് ടൈം അവിടെ സ്പെൻഡ് ചെയ്ത് ഞങ്ങൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്തു. സത്യം പറഞ്ഞൊരു ഫുൾ ഓൺ ബൈക്ക് ട്രിപ്പായിരുന്നു. പക്ഷെ ഷാമിയും ദേവുകൊണ്ടുള്ളതുകൊണ്ട് നമുക്ക് ആ ഒരു ഓപ്ഷൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ നമ്മുടെ കാറിലാണ്. കുറച്ചൊക്കെ ഇവരൊക്കെ ഇങ്ങനെ ഈ വണ്ടി ഓടിക്കാൻ കാണുമ്പോൾ എനിക്കും ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, പഴയ ഓർമ്മകളും കാര്യങ്ങളും. ബട്ട് എനിവേ ഐ ആം എൻജോയിങ് മൈ റൈഡ് ഇൻ ദ കാർ. ഏകദേശം വെളുപ്പിനെ ഒരു 3-4 മണി ആ ഒരു ടൈം ആയിട്ടുണ്ടായിരുന്നു. കുഞ്ഞുറങ്ങിയിട്ടുണ്ടായിരുന്നു. ഷാമിയും നല്ല ഉറക്കമാണ്. ബാക്കി വണ്ടി ഓടിക്കുന്ന എല്ലാവരും ടയർഡായിട്ടാണ്. ഞങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് നിർത്തി ഇതുപോലെ റെസ്റ്റൊക്കെ എടുത്തിട്ട് ചായ കുടിച്ചിട്ടൊക്കെയാണ് പോയിക്കൊണ്ടിരുന്നത്. ആ സമയത്താണ് ഈ ഒരു വ്യൂ. സത്യം പറഞ്ഞാൽ ഞങ്ങൾ രാവിലെ സൺറൈസ് കാണാനാണ് ധനുഷ്കോടി ആലോചിച്ചത്. പക്ഷേ സണ്ണൊക്കെ അതിന് മുമ്പേ വന്നു കഴിഞ്ഞു. ഏർലി മോർണിംഗ്, ചെറിയ തണുത്ത കാറ്റ് ആൻഡ് ഇതുപോലത്തെ ഒരു വഴി. ഈ ഒരു വൈബുണ്ടല്ലോ, അത് എല്ലാ റൈഡേഴ്സിനും ശരിക്കും അറിയാൻ പറ്റും. ധനുഷ്കോടി പോണ മുമ്പ് തന്നെ സണ്ണ് വന്നുകൊണ്ട് ഞങ്ങൾ പതുക്കെ വണ്ടിയെല്ലാം സൈഡാക്കിയിട്ട് കുറച്ച് നേരം ആ ഒരു മൊമെൻറ്റ് നമ്മളെല്ലാവരും ഒന്ന് ആസ്വദിച്ചു. അങ്ങനെ 2 ഫോട്ടോ ഒക്കെ എടുത്ത് ഞങ്ങൾ വീണ്ടും അവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. എല്ലാം കൂടെ പൊളിച്ച്
ഇത് നിന്റെ ഭയങ്കരടാ എന്തോ വേണ്ടേ ഒന്നും വേണ്ട നമ്മ വിട്ടോ വാ ചലോ ഹായ് ദേവൂസ് ഇതാണ് ഇന്ത്യസ് ഫസ്റ്റ് സീ ബ്രിഡ്ജ്, പാമ്പൻ പാലം. നമ്മളിപ്പോൾ ഈ നേരെ കാണുന്ന ഈ ബ്രിഡ്ജ് റീസെൻ്റ്ലി പണിതാണ്. ഇതിന് നേരെ സൈഡിൽ കാണുന്ന ആ റെയിൽവേ ലൈൻ അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നേരത്തെ രാമേശ്വരം ജോയിൻ ചെയ്യാനായിട്ട്. അങ്ങനെ ആ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ ധനുഷ്കോടി എത്തി. സത്യം പറഞ്ഞു നല്ല ചൂടുണ്ടായിട്ടോ, നല്ല വെയിൽ, നല്ല ചൂട്, നല്ല തിരക്കും. ചുട്ടുപൊള്ളുന്ന വെയിലായതുകൊണ്ടും അത്രയും ഒരു ലോങ് ഡ്രൈവ് ആയതുകൊണ്ടും ഞങ്ങൾ ആക്ച്വലി എല്ലാവരും നല്ലോണം ക്ഷീണിച്ചായിരുന്നു. എത്രയും പെട്ടെന്ന് റൂം എത്തിയൊന്ന് കിടന്നാൽ മതി കേട്ടോ. ഞാൻ ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പറഞ്ഞായിരുന്നു ഗോസ്റ്റ് ടൗൺ. ഈ അപ്പുറത്തിപ്പുറത്തും കാണുന്ന കുറേ സ്ഥലങ്ങളും ഈ പൊട്ടിപ്പൊളിഞ്ഞ റിമെയിൻസ് ചർച്ചിൻ്റെയാണ്. അതുപോലെ തന്നെ ഇവിടെ ഒരു റെയിൽവേ സ്റ്റേഷൻ ഉണ്ടായിരുന്നു. ഇതൊക്കെ ഇപ്പോൾ റിമെയിൻസ് ആയിട്ട് നമ്മൾ കാണുന്നത്. ഏകദേശം 60 വർഷം മുമ്പ് ആളുകളും അതായത് കച്ചവടവും ഒക്കെ നടക്കുന്നൊരു ടൗണായിരുന്നു ഇത്. എല്ലാം പോയി ഒരു സൈക്ലോൺ കാരണം. ആ ഒരു ഇൻസിഡൻറ്റ് കഴിഞ്ഞിട്ട് മദ്രാസ് ഗവൺമെൻറ് തന്നെ പറയായിരുന്നു ദ ഗോസ്റ്റ് ടൗൺ. ധനുഷ്കോടി തിരിച്ചു പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ആലോചിക്കുന്നത് ആ മരിച്ചുപോയ 2000 പേര് ജീവനുണ്ടായിരുന്നെങ്കിൽ ഈ സ്ഥലം എങ്ങനെ ഉണ്ടാവും.